ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വ്യസന സമേതം ബന്ധുമിത്രാദികൾ ആ മൂവി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഞങ്ങൾ ഈവനിങ് ആണ് പോന്നേക്കുന്നത്. അപ്പോൾ ഷെനൈസിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഭയങ്കര മഴയായിരുന്നു, പക്ഷേ എനിക്ക് കാണണം തോന്നിയിട്ട് അങ്ങനെ നമ്മൾ സാധാരണ സൺഡേ ആണ് വരാറ്. ഇന്നിപ്പോൾ ഇട ദിവസം വന്നേക്കുവാണ് കേട്ടോ. ഞാനങ്ങനെ മൂവി റിവ്യൂ ഒന്നും പറയാത്തതാണ്, പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി മൂവി. സിമ്പിൾ മൂവിയാണ് കേട്ടോ, പക്ഷെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല. ഒരു ചെറിയ റോളിൽ വന്നേക്കുന്ന ആളുകൾ പോലും അടിപൊളിയായിട്ടാണ് ആക്ട് ചെയ്തേക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറിയാണ് കാസ്റ്റിംഗ് ലെവൽ എന്ന് പറയുന്നത്. അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു എന്താ പറയുക, അവിടുത്തെ പെയിൻറ്റ് പണിക്കാരായിട്ട് വന്ന 2 പേരുണ്ട്. പിന്നെ അനശ്വരയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അസീസ്, ബൈജു, സിജു, പിന്നെ നമ്മുടെ ജോയ്മോനൊക്കെ അടിപൊളിയാണ്. നമ്മളെ ഒത്തിരി ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിരിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയാം. നല്ലൊരു മൂവി കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. നമുക്കൊന്ന് ഒന്ന് ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇരിക്കാം കുറച്ച്. ആ ഒരു 2-3 മണിക്കൂർ നമുക്ക് നല്ലൊരു റിലീഫായിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾ സന്തോഷത്തോടെയാണ് കേട്ടോ മൂവി കണ്ടിറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ കരിക്കിലെ അർജുനെ നമ്മളിവിടെ വെച്ച് കണ്ടായിരുന്നു കേട്ടോ. പുള്ളി മൂവി കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. മാസ്ക് ഒക്കെ വെച്ചതുകൊണ്ട് ഞാൻ അടുത്തോട്ടൊന്നും പോയില്ല. ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. സിനിമ കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ പോവുകയാണ്. നമ്മുടെ സത്താറിലാണ് കേട്ടോ നമ്മൾ പോയത്. ഒബ്രോ മോളിൻ്റെ അടുത്തുള്ള സത്താറിൽ ഞങ്ങളിടയ്ക്ക് വരാറുള്ളതാണ്. എനിക്ക് അവിടുത്തെ മൊജിറ്റോസും ഫ്രഷ് ജ്യൂസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റിയാണ്. ഫുഡ് ഐറ്റംസ് അവിടെ ഒത്തിരി വെറൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കൊച്ചു കൂടെ ഉള്ളതുകൊണ്ട് അറിയാമല്ലോ, കുഴിമന്തി അല്ലെങ്കിൽ ബിരിയാണി ഈ ഒരു ടേസ്റ്റാണ് അവന് ഇഷ്ടം. പുറത്ത് പോയാൽ അപ്പോൾ ഞങ്ങൾ മിക്കവാറും തന്നെ ഇത് തന്നെയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടതെന്ന് ഓർത്ത് നമ്മൾ ഈ പ്രാവശ്യം തവ പ്ലേറ്ററാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല പ്രസൻറ്റേഷനൊക്കെ ആയിരുന്നു കേട്ടോ. ചിക്കൻ്റെ ഒത്തിരി വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാൻ ഇതിൽ ആവശ്യ ഫുഡായിരുന്നു. അവൻ പതിവ് പോലെ തന്നെ റൈസ്, കുഴിമന്തിയുടെ റൈസും ചിക്കൻ പീസും തന്നെയാണ് അവൻ കഴിച്ചത് കേട്ടോ. ഞങ്ങൾ ഇതെല്ലാം ഒന്ന് പരീക്ഷണാസ്തുക്കളെല്ലാം ഒന്ന് കഴിച്ചൊക്കെ നോക്കി. എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായി, നല്ലതായിരുന്നു. ഫുഡൊക്കെ നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മളൊരു നല്ലൊരു മൂവിയും കാണാൻ പറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫുഡ് അടിയും നടത്തി. നമ്മളെ പതിവ് ജ്യൂസും കുടിച്ച് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പറ്റുമെങ്കിൽ എല്ലാവരും പോയപ്പോൾ മൂവി കാണാൻ മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.